ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു വെള്ളരിക്ക കൊണ്ടുള്ള പുളിങ്കറിയാണ് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ പഴയ കറികളൊക്കെ കാണിക്കും. പഴയ കറി എന്ന് വെച്ചാൽ പണ്ട് ഉണ്ടാക്കുന്ന മാതിരത്തെ കറികളൊക്കെ കാണിക്കണം. ഈ പുളിങ്കറി, വെള്ളരിക്ക കൊണ്ടുള്ള കറി, കുമ്പളം, മത്തന് അങ്ങനത്തെ കറിയൊക്കെ കാണിക്കൊണ്ടിട്ടാത്താന്ന് പറഞ്ഞിട്ട് കുറേ വാട്സപ്പിലും ഇതിലൊക്കെ ആയിട്ട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് വെള്ളരിക്ക കൊണ്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കുന്നത് കാണിക്കാച്ചിട്ട്. വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ മിക്കവാറും വെള്ളരി കൊണ്ടുള്ള കറി, കുമ്പളം കൊണ്ടുള്ള കറി, ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. ബീഫ് വരട്ടിയതും വെള്ളരിക്ക കറി, അതേമാതിരി കുമ്പളവും ചേനയും കൂടിയും കറി വെച്ചതൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ. എനിക്കിന്ന് ബീഫൊന്നുമല്ല, ഇന്ന് മത്തിയാണ് കേട്ടോ. ഈ കറിക്ക് മത്തി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മത്തി പൊരിച്ചതും വെള്ളരിക്ക കറിയും പയറുപ്പേരും പപ്പടവും അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എനിക്കിന്ന് മത്തിയാണ്. അപ്പോൾ അതിക്ക് ഞാൻ വേണ്ടിയിട്ട് വെള്ളരിക്കയാണ് ഇന്ന് കറി വെക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടിയിട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് ബെൽ ബട്ടണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് എല്ലാവർക്കും കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ വെള്ളരിക്കത് ഒരു ചെറിയ വെള്ളരി മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തുക്കണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചട്ടിക്ക് ഇട്ട് കൊടുത്തുക്കണ്. പിന്നെ ഇങ്ങനത്തെ കറിയൊക്കെ വെക്കുമ്പോൾ മൺചട്ടി തന്നെ എടുക്കാൻ നോക്കട്ടോ. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മൺചട്ടിയിൽ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുന്നത്. പിന്നെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളിയും കൂടി എടുത്തുക്കണ്. തക്കാളി നല്ലത് പഴുത്ത തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ അത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം. ഞാൻ നല്ല എരിവുള്ള ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുത്തുക്കണ് കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തുക്കണത് ഒരു സവാളൻ്റെ പകുതിയാണ് കേട്ടോ. ഒരുവിധം ആൾക്കാരൊന്നും സവാള ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇടാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സവാളൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്തോണ്ട് ഈ കറി കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ അത് അറിയിക്കാരും. എന്നാലും നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുറേ കൂട്ടുകാരൊന്നിച്ച് വീടൊക്കെ എടുത്തിട്ട് താമസിച്ച് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിക്കണവരൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ വിദേശത്തൊക്കെ പോയവരൊക്കെ ഉണ്ടാവും ഈ കറി, ഇങ്ങനത്തെ കറിയൊന്നും വെക്കാൻ അറിയാത്ത. ഇപ്പോഴത്തെ മിക്കവാറും കുട്ടികൾക്കൊന്നും എനിക്കറിയുന്നു തോന്നണില്ല കേട്ടോ. അറിയണവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒന്ന് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളകും പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിരിക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒന്ന് വെന്തതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കട്ടോ. അപ്പോൾ ഞാൻ ഒരു തേങ്ങൻ്റെ 3/4 ഭാഗത്തോളം എടുത്തേക്കണ്, ഒരു മുറി എടുത്തേക്കണ്, പിന്നെ ഒരു മുറി തേങ്ങൻ്റെ പകുതി എടുത്തേക്കണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 5-6 അല്ലി ചുവന്ന ഉള്ളി ഇട്ട് കൊടുത്തേക്കണ്, ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ നല്ല പുളിയുള്ള തൈര് തന്നെയാണ് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ച് വെക്കുക. അപ്പോൾ ഞാനിതാ ഇപ്പോൾ ഒന്ന് ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് വെന്തിട്ടില്ല കേട്ടോ. നമ്മളെ വെള്ളരി വെന്തിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി മൂടി വെക്കണം. അപ്പോൾ പാചകമൊക്കെ പഠിക്കണ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും മൂടി തുറക്കാൻ നിൽക്കണ്ട, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ മൂടി തുറക്കണത് കേട്ടോ. ഇപ്പോൾ ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലത്തെ പച്ചമുളകും തക്കാളിയും മാത്രം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഉടഞ്ഞ് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉടച്ചെടുക്കുക. ഈ പച്ചമുളക് ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് എരിവൊക്കെ ഇല്ല എല്ലാം ഈ നമ്മൾ വെള്ളരിക്കും എത്തും കേട്ടോ. അപ്പോൾ നമ്മൾക്കിങ്ങനെ കറി കഴിക്കുമ്പോൾ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമുക്കിങ്ങനെ അറിയാൻ കഴിയും. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കറി തിളക്കരുത് കേട്ടോ, തിളപ്പിക്കരുത്. തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളപ്പിക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. തിളപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ അരപ്പ് മേലും വെള്ളം അടിയിലായിട്ട് നിൽക്കും. അപ്പോൾ നമ്മളെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഇങ്ങനത്തെ പുളിങ്കറികളൊക്കെ വെക്കുമ്പോൾ കറി തിളപ്പിക്കരുത്, ചൂടാക്കിയാൽ മാത്രം മതി കേട്ടോ.
നമ്മളിങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ അരികിൽ നിന്നൊക്കെ ഒരു ബബിൾസ് ഇങ്ങനെ വരുന്ന മാതിരി കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ തീ ഓഫാക്കി കൊടുക്കുക, തൂമിച്ചിട്ടെടുക്കട്ടെ. അത്രയേ പണിയുള്ളൂ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാൻ പാകത്തിന് പിന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിന് കുറുക്കത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇരിക്കും തോറും ഒന്നും കൂടി കുറുകി വരുന്ന കറിയാണ് ഈ പച്ചക്കറി. അപ്പോൾ ഇത്രയും ആയാൽ മതിയിട്ട്. ഇതിലും കുറുന്നനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിൽ ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിലും കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പ് പാകമാണോ നോക്കിയിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇത്ര അളവ് ഉപ്പൊന്നൊന്നുമില്ല. നമ്മൾ ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കറിയിൽ ഉപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഉപ്പിനനുസരിച്ചിട്ട് അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതാ ബബിൾസൊക്കെ വന്നപ്പോൾ ഞാൻ ഇറക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മളിത് തിളപ്പിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല. തിളപ്പിച്ചെടുക്കരുത്. തിളപ്പിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാര്യം, തിളച്ച് കഴിഞ്ഞാലും പോയി കാര്യം കേട്ടോ. നമുക്ക് കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതാ ഇറക്കി വെക്കുകയാണ്. ഇനി ഇതൊന്ന് തൂമിച്ചെടുത്താൽ മതി കേട്ടോ. തൂമിച്ചെടുക്കാന്ന് പറഞ്ഞാൽ താളിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ സാധാ പിന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് തൂമിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ തൂമിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓയിലൊന്നും പച്ചക്കറി പിന്നെ ഒന്നും തൂമിക്കരുത്. അതേമാതിരി നമ്മൾ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. അതിലേക്കൊന്നും ഓയിൽ ഉപയോഗിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ കടുകൊക്കെ നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം കുറച്ച് വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ. പിന്നെ ഒരു കാര്യം കൂടി, ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.